എരുവശിപ്പുഴവക്കത്തെ അയ്യങ്കരമന അഥവാ മൂത്തേടത്തുമന. കുന്നോളമുള്ള സമ്പാദ്യം, കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള തമ്പുരാനും കാര്യക്കാരും പരിവാരങ്ങളും. എനിക്ക് വയ്യ, എന്റെ ക്ഷമ കഴിഞ്ഞിരിക്കണു. വൈത്തൂരപ്പനും പയ്യാവൂരപ്പനൊക്കെ നമ്മ കൈയൊഴിഞ്ഞു എനിക്ക് തോന്നണേ. അങ്ങനെയൊന്നും പറയണത് ഉചിതാവില്ല പാറൂട്ടിയെ. ഇതൊക്കെ ഭഗവാന്റെ പരീക്ഷണങ്ങളാവാം, അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അറിയാം, ഭഗവാൻ അറിയണില്ലേ, കാണണില്ലേ? ഇല്ലങ്ങളിലെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യണില്ലേ? എന്നിട്ടും ഭഗവാനൊന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവാം. വിധി അനുകൂലമല്ലാത്തതിന് പ്രാർത്ഥിക്കാന്നല്ലാതെ. എന്റെ ജീവിതം ഇങ്ങനെ തീരാനാവും വിധി. ചികിത്സയും പൂജയൊന്നും ഫലിക്കണില്ല അച്ഛാ. ശനിപ്പിഴയാണോന്നൊരു സംശയം. പുല്ലാറ്റുപുറം ജോത്സ്യനെ വരുത്താം. വേണ്ട, ഇനിയും പരീക്ഷണങ്ങൾക്ക് എനിക്ക് ആവില്ല. അങ്ങനെ പറയാൻ വരട്ടെ. പുല്ലാറ്റുപുറം നമ്മുടെ വിധി പറഞ്ഞാൽ അത് അച്ചട്ടമാണ്. എത്ര കേട്ടിരിക്കുന്നു. വരിക. വല്യമ്മായി എവിടെ? ബാല്യക്കാരെയും കാണുന്നില്ലല്ലോ. കുന്നശ്ശേരിയിലെ മണ്ണ് എന്റെ സ്വപ്നമായിരുന്നു. അതും കൊടുത്തല്ലോ അയ്യങ്കര വാണോര്. ദാനശീലൻ. അതല്ലേലും വാണോരുടെ മനസ്സ് അങ്ങനെ തന്നെ. ഓ, പ്രാർത്ഥന കഴിഞ്ഞ് എത്തിയോ? വല്യമ്മായി, ഞാൻ കുട്ടികൾ ഉണ്ടാവില്ല, അത് പൂർണ്ണ ബോധ്യണ്ട്. എന്നാലും കെട്ടുകാഴ്ച പോലെ അണിഞ്ഞൊരുങ്ങി എഴുന്നള്ളും മൂത്തേടത്തെ അന്തർജനം. ഒരു ഉണ്ണിയെ കൊഞ്ചിക്കാനുള്ള മോഹം കൊണ്ട, അല്ലാതെ അണിഞ്ഞൊരുങ്ങാനുള്ള മോഹം ഉണ്ടായിട്ടല്ല വല്യമ്മായി. അതിന് പാടിക്കുറ്റിയെ നോമൊന്നും പറഞ്ഞില്ലല്ലോ. ഉവ്വോ? വെറുതെ ഈ പുലർകാല യാത്ര എന്തിനാന്ന് ചോദിച്ചു. മച്ചിയായ സ്ത്രീകൾ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവോ? വല്യമ്മയുടെ ഓരോ വാക്കും ഈ നെഞ്ച പൊളിക്കണം. നിന്റെ നെഞ്ച് പൊട്ടിക്കാനായി നോം ഒന്നും പറഞ്ഞിട്ടില്ല. നിക്കെന്താ കുട്ടികളുണ്ടോ? എന്നിട്ടെന്താ നോമെന്താ പ്രാർത്ഥിക്കുകയും മൂങ്ങുകയും ചെയ്യാ? വല്യമ്മായി, ഇനിയൊന്നും പറയല്ലേ. ഓ, ത്രിമംഗ. ഇവള് മാത്രമേ ഇവിടെ ഭൂമിയിൽ മച്ചയായിട്ടുള്ളൂ. കുട്ടികളില്ലാച്ച അങ്ങനെ അങ്ങ് ജീവിക്കുക, അല്ലാതെ അതന്നെ ടിം ടും. എന്താ പാർക്കുട്ടിയെ, കണ്ണ് കലങ്ങിയിരിക്കണല്ലോ. അത് കണ്ണിലെന്തോ. നുണ പറയാനും തുടങ്ങിയിരിക്കണോ നീ? അയ്യോ, അതൊന്നുമല്ല. വല്യമ്മായി പറഞ്ഞപ്പോ. സാരില്ല, കേൾക്കണം. ചില സത്യങ്ങൾ നമ്മെ വേദനിപ്പിക്കും. എന്നുവെച്ച് ധിക്കാരം മറുത്തു പറയാനാവില്ല. അറിയാം,
അവിടുന്ന് പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനായി, അമ്മയെന്നുള്ളൊരു വിളി കേൾക്കാനായി സഹിക്കുക അല്ലേ? എനിക്ക് മനസ്സിലാവും എൻ്റെ പാറുട്ടിയെ. മനസ്സ് ഭഗവാനിലർപ്പിക്കുക. എല്ലാത്തിനൊരു മറുപുറമുണ്ടെന്ന് നനച്ചാലും എന്തായാലും നാളെ പുല്ലാറ്റുപുറം വരട്ടെ.